മൈ ഡിയർ ലേണേഴ്സ്, ഇന്നലെയുള്ള ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഇന്നലെ ഉപയോഗിച്ച ഓർമ്മയുണ്ടല്ലോ ലെറ്റസ്. അപ്പൊ ഇന്ന് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ലെറ്റസ് സ്റ്റാർട്ട് ദ ക്ലാസ് എന്ന് പറയുമ്പോൾ ലെറ്റസിനെ കൊണ്ട് കുറേ വാല്യം ഉണ്ടാക്കാം അല്ലേ? അത് ഇന്നലെ പഠിച്ചതാണ്. പിന്നെ നമ്മൾ ഇന്നലെ പഠിച്ചത് ഒന്നുകൂടി ഞാൻ ജസ്റ്റ് അങ്ങോട്ട് പോകാം, അതൊന്ന് റിവൈൻഡ് ചെയ്യുക. ഹൗ വെച്ചുള്ള ചോദ്യപദങ്ങളാണ് നമ്മൾ ഇന്നലെ 5 പഠിച്ചത് അല്ലേ? എല്ലാവരും അത് മനസ്സിലായിട്ടുണ്ട്. ഹൗ, ഹൗ മച്ച്, ഹൗ ഫാർ, ഹൗ ലോങ്, ഹൗ മെനി അല്ലേ? ഇതെല്ലാം എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി എത്രയെങ്കിലും വാചകങ്ങൾ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ട്, അതിലേക്ക് പോകാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വേർഡ്സിലേക്ക് കൂടി പോകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് എല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ചോദ്യം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എന്നെ അപ്പാട് വിളിക്കണം. പറ്റും, മനസ്സിലായ? അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻ പദം മാത്രമേ പഠിക്കണ്ടൂ എന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ ഓർമ്മിപ്പിക്കുക. അപ്പൊ ഒന്ന് കിടക്കാം. ആദ്യം WH ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത് പൊതുവെ. വാട്ട്, വിച്ച്, വന്ന്, വേറ്, വൈ. അപ്പൊ 5 ചോദ്യം. ഇന്നലെ നമ്മളെ പഠിച്ചത് 5 ചോദ്യം. ഇനി ഒരു 8 ചോദ്യവും 3 ചോദ്യവും കൂടി ഉണ്ട്. ഇത് നമ്മൾ ആദ്യം പഠിക്കുന്നത് WH ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത്. വാട്ട്, വിച്ച്, വന്ന്, വേറ്, വൈ. അപ്പൊ നിങ്ങൾ ഇതിൽ മാത്രം കേട്ടാൽ പോരാ, നിങ്ങൾ യു ഹാവ് ടു റൈറ്റ് ഡൗൺ ഇൻ എ നോട്ട്ബുക്ക് ആൻഡ് ട്രൈ ടു മേക്ക് ഇറ്റ് യുവർ ഓൺ ബൈ റൈറ്റിംഗ് ടു മച്ച് എക്സാമ്പിൾസ്. കുറേ അധികം ഉദാഹരണം എഴുതിക്കൊണ്ട് നിങ്ങളിത് സ്വന്തമാക്കാനുള്ള ശ്രമം നടത്തണം. അതായത് ഞാൻ സ്വന്തമാക്കാൻ വലിയ പണിയൊന്നുമില്ലപ്പ. ഒരു 10ഓ 15ഓ സെന്റൻസ് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് റിപ്പീറ്റേഷൻ, അതായത് ടങ് പ്രാക്ടീസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും? ഡെഫിനറ്റ്ലി യു ക്യാൻ ആസ്ക് വിച്ച് എവർ ക്വസ്റ്റ്യൻ യു ആർ റിക്വയർഡ് ടു ആസ്ക് കണക്റ്റഡ് വിത്ത് ദ വാസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ്. കണ്ട, എന്താണ് ഞാൻ പറഞ്ഞത്? ഈ വാസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷിലെ ഏത് ചോദ്യവും ചോദിക്കാൻ നിങ്ങൾ ഈ 10-13 ചോദ്യം പഠിക്കുമ്പോഴത്തേക്കും എന്ത് സാധിക്കും? നിങ്ങളത് അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ നോക്കിയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും വിളിക്കൂല. നിങ്ങൾക്ക് എല്ലാ ചോദ്യം ഏത് ചോദ്യം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഇനി ഡൗട്ട് occurs, okay, let it be, you can contact with me over phone at any time. Warmly welcome to you all. So just to clear the doubts on the beginning of second, okay? That is an assurance from my part for you. അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നത്, സോ ലെറ്റ് us start the class. ഇന്ന് പാട്ട് നമ്മൾ സ്കൂളിലും ഞാനും സ്കൂളിൽ പഠിച്ചതാണ് ആളാണ്. എന്നോട് ചിരിച്ചു പോവാണ്. എന്താ കാരണം? ഇപ്പൊ നിങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, പിന്നെ പഠിച്ചവരുണ്ടാവും. നമ്മൾ സ്കൂളിൽ എന്താ പഠിപ്പിച്ച പാട്ടിന് ആരെയും കുറ്റം പറയുന്നതെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാ. വാട്ട് ഈസ് യുവർ നെയിം. അപ്പൊ നമ്മളെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും എന്താ പറഞ്ഞാൽ വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ഈസ് യുവർ നെയിം. എല്ലാ കുട്ടികളും വാട്ട് ഈസ് യുവർ നെയിം. വാട്ടിനെ കൊണ്ട് എത്ര ചോദ്യപദം ഉണ്ടാക്കാന്നറിയോ നിങ്ങൾക്ക്? എത്ര ചോദ്യപദം ഉണ്ടാക്കാം? 1400 കോടി. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടാവും അല്ലേ? അപ്പൊ such a type of guidance you require to attain from part of somebody, then only you can do talk by using the language English easily and nicely. അദ്ദേഹം പറഞ്ഞത് വളരെ ഈസിലി നൈസിലി ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ആരില്ലെങ്കിലും കിട്ടണം. ആരും കിട്ടിയാലേ നമുക്ക് ധനം പോലും ഉണ്ടാവുള്ളൂ അല്ലേ? നമ്മൾ സ്വന്തമായി അധ്വാനിക്കണം ഒക്കെ. അപ്പൊ ഞാൻ ഇപ്പൊ പറയുന്ന 1400 കോടി വേർഡാണ് നിങ്ങൾക്ക് ഈ ഒരൊറ്റ ഒന്നിനും ചെയ്യാത്തത്. എന്താ വേർഡ് ആദ്യത്തത്? വാട്ട് അല്ലേ? വാട്ടിന്റെ അർത്ഥം മലയാളത്തിൽ എന്താണ്? എന്ത്. അപ്പൊ നമ്മൾ സ്കൂളിൽ പഠിച്ച് ഞാൻ ഒരിക്കലും കൂടി ആവർത്തിക്കുന്നത് വാട്ട് ഈസ് യുവർ നെയിം അല്ലേ? ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് എങ്ങനെയാ 1400 കോടി വേർഡ് കിട്ടുന്നത്, ക്വസ്റ്റ്യൻ വേർഡ് കിട്ടുന്നത്, ക്വസ്റ്റ്യൻ സെന്റൻസ് കിട്ടുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാതിന്റെ കാരണം എന്താണ്? ഫോർമേഷൻ ഇൻകപ്പാസിറ്റി അല്ലേ? ഫോർമേഷൻ ഇൻകപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വാചക രൂപീകരണം സാധ്യമല്ലാത്തതുകൊണ്ട്. അപ്പൊ എന്താണ് നമ്മുടെ മലയാളത്തിൽ occurring our brain memory and not because we are all Malayalis. So on the very now second required to change it into English language, such a capacity which is required to build it up. ഞാൻ പറഞ്ഞതിന്റെ മലയാളം കൂടി ഒന്ന് പറയാം. നമ്മളെ ബ്രെയിനിൽ നമ്മൾ മലയാളി ആയതുകൊണ്ട് നമ്മൾ മലയാളത്തിൽ ഐഡിയ വരുമ്പോൾ അത് ഒരു സെക്കൻഡിൽ നമ്മൾ വാതെടുക്കും. അത് ഫ്ലോ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി. എല്ലാ ലോകത്തുള്ള മലയാളം ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? നമുക്കില്ല. പക്ഷെ എന്താണ്, ഒന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറയുന്നത് ഈ ഒന്നിലൂടെ നിങ്ങൾക്ക് തരുന്നത്. അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. 14,000 കോടി പേര്. ഇപ്പൊ ഇന്ത്യയിലെ ലോകത്തിൽ എത്ര ജനങ്ങളുണ്ട്? 14,000 അല്ല 1400 കോടി. ഇന്ത്യയിലോ 130-150 കോടി. കേരളത്തിലോ 3.6 അല്ല. ഇങ്ങനെ ഒരു കണക്കില്ലേ? അതിലേക്ക് അല്ല നമ്മളിപ്പോൾ ഉള്ളത്. ഞാൻ പറഞ്ഞു മാത്രമല്ല. അപ്പൊ ഈ 1400 കോടി ആൾക്കാരെ പേര് വെച്ചാലോ? വാട്ട് ഈസ് ഹി? ഞാൻ കിടക്കുകയാണ് അതിലേക്ക്, നിങ്ങൾ ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ഹി? എന്താ അതിന്റെ അർത്ഥം? അവൻ എന്താകുന്നു? വാട്ട് ഈസ് ഷീ? അവൾ എന്താകുന്നു? അപ്പൊ എത്ര വീട് നിങ്ങൾക്ക് ഫോർമേഷൻ ഇപ്പൊ കിട്ടിയത്?
1400 കോടി. അതെങ്ങനെ 1400 കോടി നിങ്ങൾക്ക് മനസ്സിലായോ? 1400 കോടി ആൾക്കാരെ പേര് വെക്കുക. വാട്ട് ഈസ് ഹി എന്ന് പറയുന്നതിനൊക്കെ നമ്മൾ എന്ത് വെക്കാം? ഉദാഹരണം വെക്കാം. വാട്ട് ഈസ് കബീർ, വാട്ട് ഈസ് രവീന്ദ്രൻ, വാട്ട് ഈസ് രാമകൃഷ്ണൻ, വാട്ട് ഈസ് ഗോപി. ഇനി പെണ്ണുങ്ങൾ പേര് വെക്കാം. വാട്ട് ഈസ് ഫാത്തിമ, വാട്ട് ഈസ് സീത. കണ്ടോ? അപ്പൊ എന്താ നിങ്ങൾ ഉത്തരം കേൾക്കുക? സീത ഈസ് എൻ അഡ്വക്കേറ്റ്, കബീർ ഈസ് എ ഡോക്ടർ. കണ്ടോ? അപ്പൊ ഈ 1400 കോടി ആളെ പേര് നമുക്ക് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വെച്ചാൽ നിങ്ങൾ ഇപ്പൊ എത്ര ഫോർമേഷനാണ് ഒരു സെക്കൻഡിൽ എൻ്റെ അടുത്ത് പഠിച്ചത്? 1400 കോടി സെന്റൻസ് ഉണ്ടാക്കാനുള്ള വാക്യം ഇപ്പം പാട്ട് പഠിച്ചു. പക്ഷെ സ്കൂളിൽ നമ്മളെ ഗതികേടിന്റെ കാലഘട്ടം നമ്മൾ പഠിച്ചത് എന്താണ്? വാട്ട് ഈസ് യുവർ നെയിം. ഇപ്പൊ നിങ്ങൾ ശരിയാണ്, നിങ്ങൾ കണ്ട എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നു എന്താണ് വാട്ട് ഈസ് യുവർ നെയിം. വേറെ ഇല്ല. പക്ഷെ എന്താണ്, നമുക്ക് അത്തരം കാലഘട്ടങ്ങളിൽ അങ്ങനത്തെ ഒരു ഇൻഡ്യൂസ്മെന്റ് മീൻസ് പ്രേരണ നമ്മൾക്ക് ആരിൽ നിന്നും കിട്ടിയില്ല. നമുക്ക് എന്ത് ആയിക്കഴിഞ്ഞാലും ഇപ്പൊ ഒരു വഴിയിലോട്ട് പോകും, ഒരാളോട് ചോദിക്കാം എനിക്ക് അങ്ങോട്ട് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആ വഴിയിലോട്ട് അങ്ങോട്ട് നടന്നു പോയിക്കുമ്പോൾ സച്ച് എ ഗൈഡൻസ് യു ആർ എക്സ്പെക്ടിങ്, സച്ച് എ ഗൈഡൻസ് യു ജസ്റ്റ് റിക്വയർഡ് ടു ചേഞ്ച്, then only we can proceed in that path. Just to speak just to use the language, just to want to communicate with the language English, such a essential guidance is required. അപ്പൊ ആ ഗൈഡൻസ് നിങ്ങൾ എൻ്റെ അടുത്ത് പ്രതീക്ഷിക്കാൻ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇറ്റ് ഈസ് എൻ്റെ പഴയ കുറേ കാലഘട്ടത്തിലുള്ള അനുഭവം. ഞാൻ 5-8 പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവാണ്. ഇംഗ്ലീഷ്, മലയാളം, കന്നഡ, ഇംഗ്ലീഷ്, കന്നഡ ഒക്കെ എഴുതിയിട്ടുണ്ട് കമ്മ്യൂണിക്കേറ്റീവ്. അപ്പൊ ആ അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്നത് അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് അങ്ങ് കിട്ടുക സാധനം. അത് നിങ്ങളങ്ങ് ഉപയോഗിച്ചു. കാരണം എനിക്ക് വേറെ നിർബന്ധം കൂടി ഞാൻ ഇന്നലെ പറഞ്ഞത് ഒന്നും കൂടി ആവർത്തിക്കാൻ ഓർമ്മിക്കുകയാണ്. അതെപ്പോഴും എൻ്റെ അതെന്തുകൊണ്ടാണ് ഓവർ സെൻസിറ്റിവിറ്റി കൊണ്ടാണോ എന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട്. കാരണം നിങ്ങൾ എൻ്റെ വീഡിയോ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള സംഭാവ്യത ഉണ്ടാവണം. അതുകൂടി ഞാൻ ആലോചിക്കുകയാണ്, എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പൊ നിങ്ങൾ എന്താ പഠിച്ചത്? വാട്ട് ഈസ് ഹീ എഴുതി വെക്കണം. പിന്നെ എന്താ പഠിച്ചത്? വാട്ട് ഈസ് ഷീ. അപ്പൊ ഹീക്ക് പകരം നിങ്ങൾ എന്താ പറഞ്ഞത്? വാട്ട് ഈസ് രാമകൃഷ്ണൻ, വാട്ട് ഈസ് ഗോപി, വാട്ട് ഈസ് രവീന്ദ്രൻ, വാട്ട് ഈസ് വസന്തകുമാർ, വാട്ട് ഈസ് വിജയൻ. അതുപോലെ പെണ്ണുങ്ങളെ പേര് വാട്ട് ഈസ് ഷീക്ക് പകരം വെച്ചാലോ? വാട്ട് ഈസ് ഫാത്തിമ, വാട്ട് ഈസ് ശാന്ത, വാട്ട് ഈസ് ലക്ഷ്മി. അപ്പോൾ നമ്മൾ 1400 കോടി ലോകത്തുള്ള എല്ലാവരുടെ പേരും വെക്കുമ്പോൾ നിങ്ങൾ എത്ര ഇപ്പൊ ഫോർമേഷൻ പഠിച്ചത്? 1400 കോടി സെന്റൻസ് വാക്യം ഉണ്ടാക്കാൻ ഇപ്പൊ പഠിച്ചു. അതിന് ഉത്തരത്തെ പറ്റി ഇപ്പൊ പഠിക്കണ്ടേ. നമ്മളിപ്പോ ചോദ്യത്തിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ചോദ്യം മാത്രം ഇപ്പൊ മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ മറ്റൊരു ക്ലാസ്സിലേക്ക് ഉത്തരം പറയും നിങ്ങൾ പഠിക്കാത്തതാണ്. 2500 കോടി. വാട്ട് ഈസ് ഫാത്തിമ? ഫാത്തിമ ഈസ് എൻ അഡ്വക്കേറ്റ്. വാട്ട് ഈസ് രാമകൃഷ്ണൻ? രാമകൃഷ്ണൻ ഈസ് എ ഡോക്ടർ. അപ്പൊ അങ്ങനെ കൂടി ഉത്തരം പറയുമ്പോൾ എത്രയായി? നിങ്ങൾക്ക് 2800 കോടി വാചക രൂപീകരണം. ഫോർമേഷൻ എന്ന് പറയുന്നതിന് എന്താണ്? ഫോർമേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അതായത് വാചക രൂപീകരണം കൊണ്ട് മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ. അതായത് നോ സെക്കൻഡ് കപ്പാസിറ്റി. നമ്മളെ ബ്രെയിനിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ മലയാളികളായതുകൊണ്ട് അത് ഉത്ഭവിക്കുന്നത് എവിടെയാണ്? നമ്മൾ ഐഡിയ മലയാളത്തിൽ. അതിനെ ഒരു നോ സെക്കൻഡ് ഇംഗ്ലീഷിലേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട്, അതായത് നോ ട്രാൻസ്ലേഷൻ, ട്രാൻസ്ലേഷൻ ഇസ് നോട്ട് അറ്റ് ഓൾ എക്സിസ്റ്റിംഗ് ആസ് കൺസേൺ വിത്ത് ദ ലാംഗ്വേജ് ഇംഗ്ലീഷ്. അതായത് നേർക്ക് നേരെയുള്ള ട്രാൻസ്ലേഷൻ, വിവർത്തനം ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇതര ഭാഷകളിൽ നിന്നോ ഇംഗ്ലീഷിലേക്ക് ഇല്ല. അതുകൂടി നിങ്ങൾ ഈ ഇടക്കൊന്ന് മനസ്സിലാക്കുക. നമുക്ക് ഇങ്ങനത്തെ ചില പോയിന്റ്സ് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയാലേ ആ ഇംഗ്ലീഷിനെ കൈകാര്യം ചെയ്യുന്നില്ല ഫീറി നമ്മൾക്ക് അങ്ങ് പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞത്. അപ്പൊ അത് ചേഞ്ച് ചെയ്യലാണ്. ആ വരുന്ന ഐഡിയനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റാനുള്ള കപ്പാസിറ്റി. ആ കപ്പാസിറ്റിക്കാണ് ഞാൻ പറഞ്ഞത് ഫോർമേഷൻ കപ്പാസിറ്റി, അതായത് വാചക രൂപീകരണം. അപ്പൊ വാട്ടിന്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്ന് 1400 കോടി വേർഡ് ഉണ്ടാക്കാൻ ഇപ്പൊ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും പേര് വെച്ചിട്ടുണ്ടാകുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. അതിന്റെ ഉത്തരത്തെ പറ്റി ഞാൻ ഇപ്പൊ പറയുന്നില്ല. കാരണം നമ്മൾ ഇപ്പോൾ ഉള്ള കോൺസെൻട്രേഷൻ ഓൺലി ഹൗ ടു ഫോം ദ ക്വസ്റ്റ്യൻസ് എന്നാണ്. അതുകൊണ്ട് അതിന് മാത്രം ഉത്തരത്തിന്റെ കാര്യം ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. ഞാൻ നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് വളരെ ഈസി ആയിട്ടാണ്. വളരെ ഈസി എന്ന് പറയുമ്പോൾ നിങ്ങൾ വെറുതെ ഒരു അരമണിക്കൂർ സ്പെയർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളെ ഇംഗ്ലീഷ് കപ്പാസിറ്റി എന്താണ് എത്രയെങ്കിലും ഡെവലപ്പ് ചെയ്തു പോകുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അടുത്ത വേർഡ് ഞാൻ തരുന്നത് വിച്ച്. വിച്ച് എന്ന് പറഞ്ഞാൽ മലയാളം എന്താണ്? അയാൾക്കും അറിയാം. പക്ഷെ നമ്മൾ എന്തിനാണ് ഈ ബേസിക് എടുക്കുന്നത് അറിയോ? ഈ ബേസിക്കൽ ഫിറ്റ്നസ്, ബേസിക്കൽ സൈഡ് ഓഫ് ദ ലാംഗ്വേജ് ഈസ് നീഡഡ്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയുമ്പോൾ എന്താ ഈ ബേസിന്റെ വ്യാപ്തി, ബേസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് 1 to 100 വരെ എണ്ണം കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ലക്ഷങ്ങൾ കോടികൾ എഴുതാൻ പറ്റില്ല.
അതുപോലെ തന്നെയാണ്. അതായത് ഈ ബേസ് സൈഡ് പഠിക്കണം. ഈ ബേസ് സൈഡിൽ പെട്ടതാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ ചാപ്റ്റർ. അപ്പൊ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാം പഠിക്കുമ്പോൾ ഏത് ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും ആവർത്തിക്കും ഫോർ യുവർ കൈൻഡ് നോളജ്. അപ്പോൾ ഇനി അടുത്തത് വിച്ച്. പാട്ട് ക്ലിയർ ആയി എനിക്ക് തോന്നുന്നു. എന്ത് നിങ്ങൾ എഴുതി വെക്കണം. ഞാൻ പറഞ്ഞ 2-3 ഉദാഹരണം എഴുതി വെക്കണം. പിന്നെ അടുത്തത് വിച്ച്. വിച്ചിന്റെ അർത്ഥം എന്താണ്? എല്ലാവർക്കും അറിയും. ഏത്, അല്ലെ? അപ്പൊ വിച്ചിന്റെ കൂടെ ഏത് എന്ന് പറയുമ്പോൾ ലോകത്തിൽ എത്ര ഉണ്ടാക്കാവ് സെന്റൻസ് അറിയുന്നത്? കോടി. അതായത് വിച്ച് പ്ലസ് ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വസ്തു. ലോകത്തിൽ എത്ര വസ്തുക്കളുണ്ട്? ബാഗ്, പെന്ന്, കൊട, കമ്പ്യൂട്ടർ, മൊബൈല്, എല്ലാ ലോകത്തിലെ എല്ലാ വസ്തുക്കളില്ലേ? അപ്പൊ ഈ വസ്തുക്കളൊക്കെ വെക്കുമ്പോൾ വിച്ച് പ്ലസ് ഓബ്ജക്റ്റ് മാത്രം. ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം തരുമ്പോൾ അത് എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ടുണ്ട്. വിച്ച് ഈസ് യുവർ ബാഗ് ഉണ്ടോ? വിച്ച് ഈസ് യുവർ കമ്പ്യൂട്ടർ, വിച്ച് ഈസ് യുവർ റൂം, വിച്ച് ഈസ് യുവർ ക്ലാസ് റൂം, വിച്ച് ഈസ് യുവർ ഹൗസ്, വിച്ച് ഈസ് യുവർ ബിൽഡിംഗ്, വിച്ച് ഈസ് യുവർ റെന്റഡ് ബിൽഡിംഗ്, വിച്ച് ഈസ് യുവർ വിച്ച് ഈസ് യുവർ അപ്പൊ ഫ്രണ്ട്, which is your close friend, which is your neighbor, which is your boyfriend, which is your close friend, which is your girlfriend. കണ്ട? അപ്പൊ വിച്ച് ഈസ് യുവർ എന്ന് പറയുമ്പോൾ വിച്ച് ഏത് പ്ലസ് ഓബ്ജക്റ്റ്. ലോകത്തിലെ എല്ലാ ഓബ്ജക്റ്റും വെക്കുമ്പോൾ നമുക്ക് എത്ര വേർഡ് ഉണ്ടാക്കാം? എത്ര സെന്റൻസ് ഉണ്ടാക്കാം? കോടി. അപ്പൊ ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഞാൻ ഭയങ്കര സന്തോഷത്തോടെ തന്നെ നിങ്ങളോട് പറയുന്നത്, ഞാൻ 1 മിനിറ്റിൽ തരിക, 1 സെക്കൻഡിൽ തരിക കോടാനുകോടി ഫോർമേഷനാണ്. അല്ലാതെ നിങ്ങൾ ഒന്ന് പഠിച്ചോ, എ പഠിച്ചോ, ബി പഠിച്ചോ, ഇങ്ങനെയൊന്നും ഞാൻ പറയില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ എന്നോട് ഇത് ചിരിച്ചു പോകുന്നത് ചില ആൾക്കാർ കൊടുക്കുന്ന പഠന രീതിയെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. റിയലി സോറി ഫോർ ദാറ്റ്. അത് നിങ്ങളിവിടെ ഒന്ന് മനസ്സിലാക്കിക്കോ. ഞാൻ എൻ്റെ കോഴ്സിൽ തന്നെ നിങ്ങൾ ചേർന്നുകൊണ്ട് കോഴ്സ് തന്നെ പഠിക്കണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ബട്ട് ദ റിയാലിറ്റി ആൻഡ് ഫാക്ട് ടു ആൻ എക്സ്റ്റെന്റ് ഐ വുഡ് ലൈക്ക് ടു ഷെയർ ബിഫോർ യുവർ മൈ ഡിയർ ലേണേഴ്സ്. ഞാൻ അതിന്റെ സത്യാവസ്ഥ, അതിന്റെ റിയാലിറ്റി, അതിന്റെ ട്രൂത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇന്നത് വെച്ച് നോക്കണം. ഇയാൾ പറഞ്ഞത് വല്ല ശരിയുണ്ടോ തെറ്റുണ്ടോ, അതിനനുസരിച്ച് നിങ്ങളങ്ങ് മൂവ് ചെയ്താൽ മതി. അപ്പൊ വിച്ച് പ്ലസ് ഓബ്ജക്റ്റ്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഫ്രണ്ട്, വിച്ച് ഈസ് യുവർ ക്ലോസ് ഫ്രണ്ട്, വിച്ച് ഈസ് യുവർ നെയ്ബർ, വിച്ച് ഈസ് യുവർ ഇംഗ്ലീഷ് ടീച്ചർ, വിച്ച് ഈസ് യുവർ ക്ലാസ് റൂം, വിച്ച് ഈസ് യുവർ സ്കൂൾ, വിച്ച് ഈസ് യുവർ ഫ്രണ്ട്, വിച്ച് ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്, വിച്ച് ഈസ് യുവർ ബാഗ്. ലോകത്തിലെല്ലാം വിച്ച് ഈസ് യുവർ ബുക്ക്, വിച്ച് ഈസ് യുവർ നോട്ട് ബുക്ക്, വിച്ച് ഈസ് യുവർ പെൻ എന്ന് പറയുമ്പോൾ എത്ര വേർഡാണ്ടെന്ന്? ഓടാനും കോടി. അപ്പൊ നിങ്ങൾ ആദ്യം എവിടെ വേറെ റീക്വയർഡ് ടു യൂസ് എക്സാക്ട്ലി കൃത്യമായത് എവിടെ ഉപയോഗിക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഇപ്പൊ 2 പാട്ടിന്റെ കൃത്യമായ ഉപയോഗം ഞാൻ പറഞ്ഞു, വിച്ചിന്റെ ഉപയോഗം എവിടെയാന്ന് പറഞ്ഞു, അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തന്നു, നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ? അപ്പൊ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ടു ഫോളോ കൈൻഡ് പ്ലീസ്. അടുത്ത വേർഡ് ഞാൻ തരുന്നത് വെൻ. വെൻ എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ അറിയാതെല്ലാം ചെറിയ വാചകങ്ങൾ ഉപയോഗിച്ചിട്ടെല്ലാം ഉണ്ടാവുമല്ലോ. എപ്പോഴും മനസ്സിലായില്ലേ? അപ്പൊ എപ്പോൾ നമ്മൾ എന്ന് ഉപയോഗിക്കുക എവിടെയാണ്? മലയാളത്തിൽ കണ്ടമാനം നമ്മൾ പറയുന്നു. എപ്പോൾ ഈ പോകും, എപ്പോൾ ഈ മാർക്കറ്റിലേക്ക് പോകും, എപ്പോൾ സ്കൂളിൽ പോകും, അല്ലേ? എപ്പോൾ നിങ്ങൾ വർക്ക് കളിയും, അല്ലെ? എപ്പോൾ ഞാൻ വിളിക്കൂ, ഇങ്ങനെയല്ലേ നമ്മൾ ചോദിക്കുന്നില്ലേ? അപ്പോൾ കുറച്ച് ഉദാഹരണം തരാം. ബാക്കി നിങ്ങൾ, ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി നോട്ട്ബുക്ക് എഴുതുക, ഇങ്ങനെ എഴുതി വെക്കുക. നിങ്ങളൊരു 10 ഉദാഹരണം പറയുക. ഇനി ആ ടങ് പ്രാക്ടീസിനെ കുറിച്ച് ഈ ക്ലാസ്സിൽ ഒന്ന് പറയുക. ആദ്യം ഇത് കഴിഞ്ഞോട്ടെ. ഇപ്പൊ വെൻ ഡു യു വേക്ക് അപ്പ്? എന്താണ് പറഞ്ഞത്? നിങ്ങൾ എപ്പോൾ എഴുന്നേൽക്കുന്നു? വെൻ ഡു യു ഗോ ടു സ്കൂൾ? വെൻ ഡു യു ടേക്ക് ബാത്ത്? വെൻ ഡു യു ടേക്ക് സപ്പർ? വെൻ ഡു യു ടേക്ക് ലഞ്ച്? വെൻ ഡു യു ടേക്ക് ബ്രേക്ക്ഫാസ്റ്റ്? ഫാസ്റ്റ് എന്ന് പറയില്ല. ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഇടയ്ക്കൊരു ഇച്ചിരി പിന്നെ ഞാൻ തരുന്നു, അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഓൺലൈൻ്റെ ക്വസ്റ്റ്യൻ ചാപ്റ്റർ. ഫാസ്റ്റ് ഫാസ്റ്റും തമ്മിൽ, ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഫാസ്റ്റിംഗ്, ഐ എം ഓൺ ഫാസ്റ്റിംഗ്, ഐ എം ഓൺ ഫാസ്റ്റ് ടുഡേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് വ്രതത്തിലാകുന്ന. അതുകൊണ്ട് ഫാസ്റ്റ് എന്ന് പറയില്ല. നമ്മൾ പറയുന്നത് ടെസ്റ്റ്, ബ്രേക്ക്ഫാസ്റ്റ്, പക്ഷെ എന്നത് എഫേ കേട്ടോ. ഓക്കെ? അങ്ങനെ അതെല്ലാം പിന്നെ അങ്ങോട്ട് കൂടുതലായിട്ട് വ്യാപ്തി ഭാഗത്തേക്ക് പോകുമ്പോൾ അത് മനസ്സിലാക്കാം. ഓക്കെ, പറയൂ കൈൻഡ് നോളജ്. അപ്പോൾ വിച്ച് ഇപ്പം ഞാൻ പറഞ്ഞു അല്ലേ, വാട്ട്, പിന്നെ വിച്ച്, പിന്നെ ഞാൻ പറഞ്ഞത് വെൻ ഡു യു വേക്ക് അപ്പ്? വെൻ ഡു യു ഗോ ടു മാർക്കറ്റ്? വെൻ ഡു യു ടേക്ക് ബാത്ത്? വെൻ ഡു യു ടേക്ക് സപ്പർ? വെൻ ഡു യു മീറ്റ് യുവർ ഫ്രണ്ട്? വെൻ ഡു യു ഡയൽ യുവർ ഫ്രണ്ട്? കണ്ടോ? വെൻ ഡു യു മീറ്റ് ആൻഡ് വെൻ ഡു യു എന്ന് പറയുമ്പോൾ എപ്പോൾ എന്നുള്ള വീടുകള് ഇപ്പൊ പ്രസന്റിലാണ്. വെൻ ഡു എന്താണ്?
ചെയ്യുന്നു. വെൻ ഡു യു ഗോ ടു മാർക്കറ്റ്, അതായത് മാർക്കറ്റിലേക്ക് പോകുക എന്ന കർമ്മ ഇപ്പോൾ ചെയ്യുന്നു. അങ്ങനെ ഒന്നും ആരും മലയാളം പറയുന്നില്ല. പക്ഷേങ്കിൽ വെൻ ചേർക്കുമ്പോൾ നമ്മളത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ആ ഗ്രാമർ സൈഡ് ഓക്സിലറി ഒക്കെ പഠിക്കുമ്പോൾ ഡു എന്താണ്, ഡസ് എന്താണ്, ഡിഡ് എന്താണ്, 24 ഓക്സിലറി വെർബ്സ് ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇപ്പൊ ഈ ഫോർ ദ കൈൻഡ്, അതായത് ഇപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. വെൻ ഡു യു ഗോ ടു മാർക്കറ്റ്, വെൻ ഡു യു ടേക്ക് സപ്പർ, വെൻ ഡു യു ടേക്ക് ലഞ്ച്, വെൻ ഡു യു ഡയൽ യുവർ ഫ്രണ്ട്, വെൻ ഡു യു മീറ്റ് യുവർ ഫ്രണ്ട്, അങ്ങനത്തെ കുറച്ച് ഉദാഹരണങ്ങളിലൂടെ നിങ്ങൾ തൽക്കാല യൂസേജ് മനസ്സിലാക്കുക. പിന്നെ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ 24 ഓക്സിലറി വേർബ്സ് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഡു, ഡസ്, ഡിഡ് എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരും. പിന്നെ ഞാൻ അഹത്തിലൊന്നും പറയുന്നില്ല. എൻ്റെ അടുത്ത് കേട്ടാൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിരിക്കും, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കും, യാതൊരു സംശയം വേണ്ട കേട്ടോ. ബിക്കോസ് എന്തായാലും കാരണം നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, ഞാൻ കറക്റ്റായിട്ട് ഗൈഡൻസ് തരാൻ എനിക്ക് പറ്റും. അത് എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ അഹം കൊണ്ടൊന്നും പറയുന്നതല്ല. ഡ്യൂ ടു മൈ പാസ്റ്റ് അവർ ഇയേഴ്സ് എക്സ്പീരിയൻസ്, I run behind the language for a long period. Now see what happens in my part, that also I would like to inform you, I would like to say before you, nowadays the English is running behind me. English എൻ്റെ പിന്നാലെ, അതേപോലെ നിങ്ങളെ പിന്നാലെ ഇംഗ്ലീഷ് ഓട്ടം. അപ്പൊ അതിന് നിങ്ങൾ എൻ്റെ കുറച്ച് സമയങ്ങൾ ഓടണം. അതല്ലേ, മറ്റു ഉദാഹരണങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഏതിന്റെ പിന്നാലെ കുറച്ചു കാലം ഓടുമാണ് നമ്മളെ പിന്നാലെ അതുകൊണ്ട്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. അത് നിങ്ങൾ തോട്ടിനനുസരിച്ച് എന്താണെന്ന് മനസ്സിലാക്കൂ. അത് പഠന വിഷയത്തിലായാലും അത് തന്നെയാണ്. അപ്പൊ അത് കുറച്ച് സമയങ്ങൾ സ്പാർ ചെയ്തുകൊണ്ട് അതിന്റെ പിന്നാലെ പോകണം. വാട്ട്, വിച്ച്, വെൻ. വാട്ട്, വിച്ച്, വെൻ, മൂന്നിന്റെ അർത്ഥം മനസ്സിലായി. മൂന്നിലോട്ട് കുറച്ച് ഉദാഹരണങ്ങൾ ഇങ്ങനെ തന്നിട്ടുണ്ട്, നിങ്ങൾ ഉദാഹരണം ഉണ്ടാകും. ഇനി അടുത്ത വേർഡ് എന്താണ്? വേർ. WHERE, വേർ. വേർ, വേർ, വേർ എന്താണ് അർത്ഥം? എവിടെ. WHERE. WERE is an auxiliary verb. പാസ്റ്റ് പ്ലൂറൽ ആയിട്ട് ഓക്സിലറി ഉപയോഗിക്കുന്നതാണ് വേർ കേട്ടോ. അതായത് പാസ്റ്റ് കണ്ടിന്യൂസ്. അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഇപ്പൊ നിങ്ങൾ WHERE, വേർ. അപ്പൊ ആണ് നിങ്ങൾ എന്താ ഉപയോഗിക്കുന്നത്? പ്ലസ് ഓബ്ജക്റ്റ് തന്നെ ഇട്ടാൽ മതി. വേർ ഈസ് യുവർ ബാഗ്. എന്താണ് ഇതിന്റെ അർത്ഥം? നിങ്ങളെ ബാഗ് എവിടെയാകും? ബാഗ് മാത്രം ആ ലോകത്ത് പറയാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ. വേർ ഈസ് യുവർ പെൻ? Where is your house? Where is your shop? Where is your building? Where is your rented building? Where is your plot? Where is your... ഇങ്ങനെ വേറെ പ്ലസ് ഒബ്ജക്റ്റ് പറഞ്ഞാൽ നമുക്ക് എത്ര പറയാം? പിന്നെയും കൂടി. അപ്പൊ ഞാൻ ഓരോ മിനിറ്റിലും ഞാൻ കൊടുക്കുന്നത് കൂടിയാണ്. Such type of methods, you just try to make it practical, then the thing become okay. You also attain the capacity to communicate easily and nicely, no doubt. Such an assurance I can give to my learners. No doubt. But again, I can say no doubt. What, which, when, where? Where plus object. Where is your room? Where is your office room? Where is your pencil? Where is your red color pencil? Where is your mobile phone? Where is your spectacle? And the most spectacle which is now under control. Where is your watch? Where is your desk? Where is your suitcase? Where plus object. Okay, I think you got clear understanding. Where is required to use that question word? Where. WHERE. What, which, when, where. Why? Why എന്താണ് WHY? Why? എന്തുകൊണ്ട് എന്ന് പണ്ട് പാട്ട് തന്നെ ഉണ്ട് അല്ലേ? അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്രയെങ്കിലും ബാധ്യത ഉണ്ടാകും. എന്തുകൊണ്ട് നിങ്ങൾ ലേറ്റായി? എന്തുകൊണ്ട് അവിടെ പോയി? എന്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ അല്ലേ അറ്റൻഡ് ചെയ്തില്ല? അപ്പൊ എന്താ? വൈ. WHY. Why are you late? Why you come late? Why are you standing outside? Why are you waiting shop? Why are you talking a lot? Why are you laughing in the classroom? Why are you talking a lot? Why are you crying? Why you seem to be so sad? അപ്പൊ വൈ വെച്ചുകൊണ്ട് എന്തുകൊണ്ട് എന്നുള്ള കുറേ അതായത് പാട്ടുകൾ. അപ്പൊ നമുക്കിപ്പോ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വിയർ ഇൻ മൈൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഒരു വേർഡ് ക്വസ്റ്റ്യൻ വേർഡ് മാത്രമല്ല, ഇംഗ്ലീഷിൽ ഫ്ലൂവൻസി വേർഡ്സസ് ആൻഡ് ഫ്രേസസ് ഒക്കെ ഉണ്ട്. അതിൽ ഞാൻ പിന്നീട് പറയാം. ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ കയ്യിലും ഉണ്ടാവില്ല കാട്ടിലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഈയുടെ ബണ്ണിൻ്റെ സ്റ്റൂവിൻ്റെ പുഷ് ഇപ്പോഴത്തെ മാത്രം ഞാൻ പറയാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വേർഡ്സിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇന്ന് തന്നത് വാട്ട്, വിച്ച്, വെന്, വേറെ, വൈ, ഈ 5 കൊണ്ട് നിങ്ങൾക്ക് എത്രയെങ്കിലും ലക്ഷ്യങ്ങൾ ചോദിക്കാനുള്ള ചോദ്യം ഉണ്ടായി പഠിക്കണം.
അത് എഴുതി വെക്കണം. നിങ്ങൾ 10-15 ഉദാഹരണം എഴുതണം. നിങ്ങൾ അതായത് ഈ വീഡിയോ കാണുന്നവര് ആരായിരിക്കും എന്നുള്ളത് എനിക്കും അറിയാം നിങ്ങൾക്ക്. കാരണം നമ്മൾ ആ ഇൻട്രസ്റ്റ് ഉള്ള, അതായത് ഇംഗ്ലീഷ് പഠിക്കണം എന്ന ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം അത് കാണുക. അപ്പൊ അവർക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ ഓടാം. കിട്ടൂല എന്ന് ആദ്യം കിട്ടും, യാതൊരു സംശയം വേണ്ട. നിങ്ങൾ എൻ്റെ ക്ലാസ് ഒരു 10-15 ക്ലാസ് ഞാനിപ്പോൾ കൊടുക്കുന്നത് ഫ്രീ ആണ്. എന്താ രവി സാറേ, എൻ്റെ പേര് രവീന്ദ്രൻ എന്നാണ്. രവി സാറേ, നിങ്ങൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്, ഫ്രീ ആയിട്ട് കൊടുക്കാൻ കുറച്ച് അല്ലേ, നല്ലതല്ലേ? ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ അല്ലേ? നമ്മൾ ആരെങ്കിലും ഒരു സഹായം ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ട്. എന്താ കിട്ടുന്നത് നമുക്ക്? ഒരു മൈൻഡ് സാറ്റിസ്ഫാക്ഷൻ. അത് ഭയങ്കര, അത് പൈസ കൊടുക്കാൻ കിട്ടുന്നല്ല. അപ്പോ ഇന്ന് നമ്മൾ വീണ്ടും, ഇന്നലെ 5 ക്വസ്റ്റ്യൻ വേർഡ് പഠിച്ചിട്ടുണ്ട്, ഇന്ന് വീണ്ടും 5 ക്വസ്റ്റ്യൻ വേർഡ് പഠിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇന്ന് 3 ചോദ്യപദവും കൂടി തരാം. അതായത് നമ്മൾ നേരത്തെ പഠിച്ചത് WH ക്വസ്റ്റ്യൻസ് ആണ്, അതിന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അറിയപ്പെടുന്നത്. അതേപോലെ WH വരുന്ന ഒരു 3 വേർഡും കൂടി നിങ്ങൾക്ക് പഠിക്കാം ഇന്ന് തന്നെ. അതായത് ഓ